Hello everyone, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മുടെ SSC MTS എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമുക്കിന്ന് 9th ഫെബ്രുവരിയുടെ ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാമിൻ്റെ അനാലിസിസ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അപ്കമിങ് എക്സാംസിന് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ എനിവേസ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, what is the ratio of masses of hydrogen and oxygen in water? വാട്ടറിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസസിൻ്റെ റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? H2O ആണ്. H2Oയിൽ നമുക്ക് വാട്ടർ H2O ആണ്. H2Oയിൽ നമുക്ക് എത്ര? രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവുമാണ് വരുന്നത്. നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1. എത്രയാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ആൻഡ് ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് ഇസ് അപ്രോക്സിമേറ്റ്ലി 16. അപ്പോൾ നമുക്ക് വാട്ടറിൽ, അതായത് H2Oയിൽ നമുക്ക് രണ്ട് ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഇൻറ്റു ഇറ്റ്സ് മാസ്, രണ്ട് ഹൈഡ്രജൻ ആറ്റം ഇൻറ്റു ഇറ്റ്സ് മാസ് ആണ് 2:1. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹൈഡ്രജൻ ആറ്റം 1, ഒരു ഹൈഡ്രജൻ ആറ്റം ഇൻറ്റു ഇറ്റ്സ് മാസ് ആയിട്ടുള്ള 16 ആണ് 1:16 or 16:1. അപ്പോൾ നമുക്ക് മാസസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ വാട്ടർ എന്ന് പറയുന്നത് 2ഉം 16ഉമാണ്. 2 and 16. അപ്പോൾ റേഷ്യോ വരുമ്പോൾ 2:16 which is 1:8. 2:16 which is 1:8. അപ്പോൾ the ratio of mass of hydrogen and oxygen in water എത്രയാണ്? 1:8 ആണ്. ഓക്കെ, so the next question എന്ന് പറയുന്നത്, ജാഞ്ചാർ is a famous folk dance of which state? ജാഞ്ചാർ ഏത് സ്റ്റേറ്റിന്റെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ്? ജാഞ്ചാർ ഹിമാചൽ പ്രദേശിന്റെ ആണ്. എവിടത്തെയാണ്? ഹിമാചൽ പ്രദേശിന്റെ ആണ്. ജാഞ്ചാർ എവിടത്തെയാണ്? ഹിമാചൽ പ്രദേശിന്റെ ആണ്. അതുപോലെ സം ഓഫ് ദ അതർ ഫോക്ക് ഡാൻസ് ഓഫ് ഹിമാചൽ പ്രദേശ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നത്തി ഡാൻസ് ആണ്. ഈ നത്തി ഡാൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ഓഫ് ഹിമാചൽ പ്രദേശ്. ഇതാണ് നത്തി ഡാൻസ്. ദെൻ കാംഗ്ര, ചമ്പ. അപ്പോൾ കാംഗ്ര, ചമ്പ, ചാഞ്ചർ, നത്തി ഇതൊക്കെ ഏത് സ്റ്റേറ്റിൻ്റെയാണ്? ഹിമാചൽ പ്രദേശിൻ്റെ ഫോക്ക് ഡാൻസസ് ആണ്. ഏതൊക്കെ? ജാഞ്ചാർ, നത്തി ഡാൻസ്, കാംഗ്ര ഡാൻസ്, ചമ്പ ഡാൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് റൂളർ വാസ് അസ്യൂം ദ ടൈറ്റിൽ ഓഫ് ദക്ഷിണപദേശ്വര? ദക്ഷിണപദേശ്വര എന്ന ടൈറ്റിൽ ഏത് റൂളറിനാണ് അസ്യൂം ചെയ്തിരുന്നത്? ഏത് റൂളറിനാണ് ദക്ഷിണപദേശ്വര? ആൻഡ് ദക്ഷിണപദേശ്വര മീൻസ് ലോർഡ് ഓഫ് സൗത്ത്. ലോർഡ് ഓഫ് സൗത്ത് ആണ്. ദക്ഷിണപദേശ്വര മീൻസ് ലോർഡ് ഓഫ് സൗത്ത് ആണ്. ഏത് റൂളറിനാണ് ഈ ടൈറ്റിൽ അസ്യൂം ചെയ്തിരുന്നത്? ഇറ്റ് വാസ് പുലക്കേശിൻ ടു. ആരാണ്? പുലക്കേശിൻ ടു ആണ്. പുലക്കേശിൻ ടു ഒരു ചാലുക്യ റൂളറാണ്. ഓക്കെ, പുലക്കേശിൻ ടു ഫോർത്ത് ചാലുക്യ റൂളർ. എത്രാമത്തെയാണ്? ഫോർത്ത് ചാലുക്യ റൂളറാണ് ആര്? പുലക്കേശിൻ ടു എന്ന് പറയുന്നത്. പുലക്കേശിൻ ടു ആണ് ഏത് ടൈറ്റിൽ അസ്യൂം ചെയ്തിരുന്നത്? ദക്ഷിണപദേശ്വര ഓർ ദ ലോർഡ് ഓഫ് സൗത്ത്. ദക്ഷിണപദേശ്വര ഓർ ദ ലോർഡ് ഓഫ് സൗത്ത്. ആൻഡ് ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൂളേഴ്സ് ഓഫ് ചാലുക്യ ഡൈനാസ്റ്റി ആണ്. കാരണം ഹി ഡിഫീറ്റഡ് ഹർഷവർദ്ധന. ഓക്കെ, ഹർഷവർദ്ധനയില്ല, നമ്മുടെ നോർത്തേൺ റൂളർ ആയിട്ടുള്ള ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്ത ഒരു റൂളറാണ് ആര്? പുലക്കേശിൻ ടു. ആരെയാണ്? ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്തൊരു റൂളറാണ് ആര്? പുലക്കേശിൻ ടു. ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്ത റൂളറാണ് ആര്? പുലക്കേശിൻ ടു. ആൻഡ് ഇസ് റെയിൻ പീരീഡ് 609 to 642. റെയിൻ പീരീഡ് എപ്പോഴാണ് വരുന്നത്? 609 to 642 ആണ്. ആൻഡ് ഈ ടൈം പീരീഡിൽ ദ ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള സ്വാങ് പുലക്കേശിൻ ടുവിനെ വിസിറ്റ് ചെയ്തിരുന്നു. ഈ ടൈം പീരീഡിൽ ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ആരാണ്? സ്വാങ് ആര്? പുലക്കേശിൻ ടുവിനെ വിസിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ഇയർ വാസ് ദ ഫിഫ വേൾഡ് കപ്പ് ഹെൽഡ് ഇൻ ബ്രസീൽ ആൻഡ് ഇന്ത്യ റെഫ്യൂസ് ടു പാർട്ടിസിപ്പേറ്റ്? ഓക്കെ, ബ്രസീലിൽ നടന്ന ഏത് ഫിഫ വേൾഡ് കപ്പാണ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്തത്? ഏത് ഫിഫ വേൾഡ് കപ്പാണ്? 1950 ഫിഫ വേൾഡ് കപ്പാണ്. ബ്രസീലിൽ നടന്ന 1950 ഫിഫ വേൾഡ് കപ്പാണ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. ഏതാണ്? 1950 ഫിഫ വേൾഡ് കപ്പാണ്. ഓക്കെ, വേർ ഈസ് ദ ടോംബ് ഓഫ് ഷേർഷാ സുരി ലൊക്കേറ്റഡ്? ഷേർഷാ സുരിയുടെ ടോംബ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആൻഡ് ദിസ് ഷേർഷാ സുരിയുടെ ടോംബ് ഇസ് നോൺ ആസ് ദ സെക്കൻഡ് താജ്മഹൽ. ഓക്കെ, ഇറ്റ്സ് നോൺ ആസ് ദ സെക്കൻഡ് താജ്മഹൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഷേർഷാ സുരിയുടെ ടോംബാണ്. ആൻഡ് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ സസാറാം ഓഫ് ബീഹാർ ഡിസ്ട്രിക്റ്റ് അല്ല കേട്ടോ, സോറി. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ സസാരം ഓഫ് ബീഹാർ സ്റ്റേറ്റിലെ സസാരം ഓഫ് ബീഹാർ സ്റ്റേറ്റിലാണ് ഷേർഷാ സുരിയുടെ ടോംബ്
ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ ആർക്കിടെക്റ്റ് ആരാണ്, ഇതിൻ്റെ ആർക്കിടെക്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മുഹമ്മദ് അലിവോൽ ഖാൻ. ഓക്കെ, ആരാണ് ടോംബ് ഓഫ് ഷേർഷാ സൂരിയുടെ ടോംബിന്റെ ആർക്കിടെക്റ്റ് ആരാണ്? മുഹമ്മദ് അലിവോൽ ഖാൻ. ഓക്കെ, ഷേർഷാ സൂരിയുടെ ടോംബിന്റെ ആർക്കിടെക്റ്റ് ആരാണ്? മുഹമ്മദ് അലിവോൽ ഖാൻ. ഓക്കെ, അപ്പോൾ എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സസാരാം, ബീഹാറിലാണ്, സസാറാമിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് when acid reacts with base the product formed is. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ, ആ ഒരു പ്രോസസ് ഈസ് കോൾഡ് ആസ് ന്യൂട്രലൈസേഷൻ. ആ റിയാക്ഷനെയാണ് എന്ത് പറയുന്നത്? ന്യൂട്രലൈസേഷൻ ആണ്. ഓക്കെ, ഏതാണ്? ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുന്നത് ഈസ് കോൾഡ് ആസ് ന്യൂട്രലൈസേഷൻ. ആൻഡ് അതിൻ്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? സാൾട്ടും വാട്ടറുമാണ്. ഇറ്റ്സ് പ്രോഡക്ട്സ് ആർ സാൾട്ട് ആൻഡ് വാട്ടർ. അപ്പോൾ ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? സാൾട്ട് ആൻഡ് വാട്ടർ. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്ട്സ് ആർ സാൾട്ട് ആൻഡ് വാട്ടർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ ഹോൾഡ് ആൻഡ് നീ ഹോൾഡ് ആർ ദ ഡിഫെൻസീവ് ടെക്നിക്സ് ഓഫ് വിച്ച് സ്പോർട്ട്? ഏത് സ്പോർട്ടിൻ്റെ ഡിഫെൻസീവ് ടെക്നിക്സ് ആണ് ആംഗിൾ ഹോൾഡും നീ ഹോൾഡും? ദീസ് ആർ ദ ഡിഫെൻസീവ് ടെക്നിക്സ് ഓഫ് കബഡി സ്പോർട്ടിൻ്റെ ഡിഫെൻസീവ് ടെക്നിക്സ് ആണ് ഏതൊക്കെ? ആംഗിൾ ഹോൾഡ് ആൻഡ് നീ ഹോൾഡ്. ആംഗിൾ ഹോൾഡും നീ ഹോൾഡും കബഡി സ്പോർട്ടിൻ്റെ ഡിഫെൻസീവ് ടെക്നിക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൈറ്റ് ഫെസ്റ്റിവൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മേജർ ഫെസ്റ്റിവൽ? കൈറ്റ് ഫെസ്റ്റിവൽ ഏത് മേജർ ഫെസ്റ്റിവലായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ കൈറ്റ് ഫെസ്റ്റിവൽ പ്രൈമർലി സെലിബ്രേറ്റ് ചെയ്യുന്നത് രാജസ്ഥാനിലും ഗുജറാത്തിലുമാണ്. ഓക്കെ, കൈറ്റ് ഫെസ്റ്റിവൽ പ്രൈമറി സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലും ഗുജറാത്തിലുമാണ്. ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് മകര സംക്രാന്തി ഫെസ്റ്റിവൽ. ഏത് ഫെസ്റ്റിവലാണ്? മകര സംക്രാന്തി ഓർ ഉത്തരായൺ. മകര സംക്രാന്തി ഓർ ഉത്തരായൺ എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് ആണ്. ഓക്കെ, ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് ഈ മകര സംക്രാന്തി. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് എന്ത്? കൈറ്റ് ഫെസ്റ്റിവൽ. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് എന്ത്? കൈറ്റ് ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് മ്യൂസീഷ്യൻ ടു റിസീവ് ഭാരത് രത്ന ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. ഓക്കെ, MS സുബ്ബലക്ഷ്മിയാണ്. അതും 1998 ഈ ഭാരത് രത്ന MS സുബ്ബലക്ഷ്മി റിസീവ് ചെയ്യുന്നത്. ഭാരത് രത്ന ഫസ്റ്റ് മ്യൂസീഷ്യൻ ആണ് സുബ്ബലക്ഷ്മി. 1998 ആണ്. ഷീ ഈസ് എ ഫേമസ് കർണാട്ടിക് സിംഗർ. ഓക്കെ, കർണാട്ടിക് സിംഗർ ആണ് ആര്? MS സുബ്ബലക്ഷ്മി. ആൻഡ് ദ ഫസ്റ്റ് മ്യൂസീഷ്യൻ ടു റിസീവ് ഭാരത് രത്ന ഇൻ 1998. ഏത് ഇയർ ആണ്? 1998. ഏത് ഇയർ ആണ്? 1998. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ അപ്രോക്സിമേറ്റ് ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഫ്രം എർത്ത്സ് സർഫസ്. ഈ ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്കൊന്ന് ഇതിപ്പോൾ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ഷിഫ്റ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ ഈ ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിലെല്ലാം ഞാൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫാക്ട്സുകൾ ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷിഫ്റ്റിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ അപ്രോക്സിമേറ്റ് ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഫ്രം എർത്തിൻ്റെ സർഫസുമായിട്ടുള്ള അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 400 കിലോമീറ്റേഴ്സ്. അപ്രോക്സിമേറ്റ്ലി എത്രയാണ് വരുന്നത്? 400 കിലോമീറ്റേഴ്സ് ആണ്. ഫാമിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് സെക്ടർ ഓഫ് ദി എക്കോണമി? ഏത് സെക്ടറാണ്? എക്കോണമിയുടെ ഏത് സെക്ടറിലാണ് ഫാമിംഗ് വരുന്നത്? നമുക്കറിയാം പ്രൈമറി സെക്ടറിലാണ്. ഫാമിംഗ് എന്താ ഫോറസ്ട്രി, മൈനിങ്, ക്വാറിങ്, അഗ്രികൾച്ചർ ഇതെല്ലാം വരുന്നത് എവിടെയാണ്? പ്രൈമറി സെക്ടറാണ്. ഇത് നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യനും നമുക്ക് ഇതേപോലെ തന്നെ എന്താ പറയുക സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 3-ാമത്തെയോ 4-ാമത്തെയോ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആണിത്. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്ത് പോവുക. ഇനിയും നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഫാമിംഗ് ഏതിലാണ്? പ്രൈമറി സെക്ടറാണ്. നമുക്ക് 3 സെക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ഓർ ദ സർവീസ് സെക്ടറാണ്. ടെർഷറി ഓർ സർവീസ് സെക്ടറാണ്. ഓക്കെ, അപ്പോൾ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓതർ ഓഫ് ദി ബുക്ക് ദ ഡേ ഐ സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് മിൽക്ക് എന്ന ബുക്കിന്റെ ഓതർ ആരാണ്? സുധാമൂർത്തിയാണ്. ഇറ്റ്സ് ആരാണ്? സുധാമൂർത്തിയാണ്. ആൻഡ് ദ ബുക്ക് വാസ് പബ്ലിഷ്ഡ് ഇൻ 2012. ബുക്ക് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? 2012 ആണ്. ഏതാണ് ബുക്ക്? ദ ഡേ ഐ സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് മിൽക്ക് ബൈ സുധാമൂർത്തി, പബ്ലിഷ്ഡ് ഇൻ 2012. അതുപോലെ തന്നെ ദ ഓതർ ഓഫ് ദ ബുക്ക് ശക്തി ദ ഡിവൈൻ ഫെമിനൈൻ. ശക്തി ദ ഡിവൈൻ ഫെമിനൈൻ ആരുടെയാണ്? അനൂജ ചന്ദ്രമൗലിയുടെ ബുക്കാണ് ഏത്? ശക്തി ദ ഡിവൈൻ ഫെമിനൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
In Mendeleev's periodic table, he could not assign a correct position to which element. ഏത് എലമെന്റിനാണ് മാൻഡലീവിന് തൻ്റെ പീരിയോഡിക് ടേബിളിൽ കറക്റ്റ് ആയിട്ടൊരു പൊസിഷൻ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്? അത് ഏത് എലമെന്റിനായിരുന്നു? ഹൈഡ്രജനായിരുന്നു കേട്ടോ. അത് ഏത് എലമെന്റിനായിരുന്നു? ഹൈഡ്രജനായിരുന്നു. ഏത് എലമെന്റിനായിരുന്നു? ഹൈഡ്രജനാണ് മാൻഡലീവ്സിന് തൻ്റെ പീരിയോഡിക് ടേബിളിൽ ഒരു കറക്റ്റ് പൊസിഷൻ അസൈൻ ചെയ്യാൻ പറ്റാതിരുന്ന എലമെന്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ ഓക്കെ സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The FireSat satellite was developed by Google in collaboration with whom? The FireSat satellite was developed by Google in collaboration. ഏതാണ് FireSat satellite? ഗൂഗിൾ ഡെവലപ്പ് ചെയ്തത്. ഇറ്റ്സ് ഫോർ എന്തിനായിരുന്നു ഡെവലപ്പ് ചെയ്തത്? ടു ഡിറ്റക്ട് ആൻഡ് ട്രാക്ക് വൈൽഡ് ഫയേഴ്സ് യൂസിങ് AI. എന്തിനാണ്? ടു ഡിറ്റക്ട് ആൻഡ് ട്രാക്ക് വൈൽഡ് ഫയേഴ്സ്. ടു ഡിറ്റക്ട് ആൻഡ് ട്രാക്ക് വൈൽഡ് ഫയേഴ്സ് യൂസിങ് AI ആണ്. അത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്തത് ഇൻ കൊളാബറേഷൻ വിത്ത് ഹൂമാണ്? ആരുമായിട്ടാണ്? എർത്ത് ഫയർ അലയൻസ് ആൻഡ് മൂവ് ഓൺ സ്പേസ്. ഏതൊക്കെയാണ്? എർത്ത് ഫയർ അലയൻസ് ആൻഡ് മൂവ് ഓൺ സ്പേസിൻ്റെ കൊളാബറേഷനോട് കൂടിയാണ് ഗൂഗിൾ FireSat സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. And it was launched by SpaceX. It was launched by SpaceX. It was launched by SpaceX in March 2025. March 2025 SpaceX ആണ് ഏത്? The FireSat satellite ലോഞ്ച് ചെയ്യുന്നത്. It was developed by Google in collaboration with Earth Fire Alliance and Move on Space. Google in collaboration with Earth Fire Alliance and Move on Space. Okay, and it's used to detect and track wildfires. It's used to detect and track wildfires using AI. Okay അല്ലേ? ഓക്കെ സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഞാൻ ഇനിയും ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.